നമസ്കാരം. കോഴഞ്ചേരി പൗരാലിയുടെ സംരക്ഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴഞ്ചേരി പൗരാലി ഇപ്പോൾ സംരക്ഷണവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് കോഴഞ്ചേരി സി കേശവന് സ്ക്വയറിന് സമീപമുള്ള വലിയ ഒരു ആൽമരമാണ്. ആ ആൽമരത്തിന് ചൂട്ടിൽ കൂടി ഒഴുകുന്ന ഒരു ഓടയാണ്. ആ ഓടയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് ക്ഷണിക്കുന്നത്. ദുർഗന്ധം കൊണ്ട് ഈ ഓടയുടെ പരിസരങ്ങളിൽ നിൽക്കാനൊക്കത്തില്ല. മൂക്ക് പൊത്താതെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ ഓടയിലാണെങ്കിൽ മാലിന്യം വന്ന് കുമിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് നാറിയിട്ട് ഇവിടെ നിൽക്കാൻ വയ്യാത്ത സാഹചര്യം. എന്താണ് ഈ ഓടയിൽ ഇത്രയും മാത്രം മാലിന്യം വന്ന് കീറുന്നത്? പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള ഒരു ഓടയാണ്. എന്നിട്ട് പോലും പഞ്ചായത്ത് അധികാരികൾ ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജാകരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ഓടയിൽ കൂടെ ഒഴുകുന്ന വെള്ളമാണ് പമ്പാ നദിയിൽ ചെന്ന് പതിക്കുന്നത്. ഒരുപാട് ആളുകൾ പമ്പാ നദിയെ ആശ്രയിക്കുന്നു. വെള്ളം കുടിക്കുന്നതിനും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ നമ്മൾ പമ്പാ നദിയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ആ പമ്പ മാലിന്യവാഹിനിയായി തീർന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതുപോലെ ചുറ്റുപാടുകളിലെ ഓടകളിൽ മാലിന്യമാണ് വന്ന് വീഴുന്നത്. ഈ മാലിന്യം കൊണ്ട് ഒഴുകിക്കൊണ്ടാണ് നമ്മുടെ ഈ ഓടകളിൽ കൂടി ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ നാട്ടുകാർക്ക് സമ്മാനിച്ചുകൊണ്ട് ആണ് ഈ ഓട ഒഴുകുന്നത് എന്നുള്ളതാണ് സത്യം. ഈ ഓടയുടെ പല ഭാഗങ്ങളിലും കാണാതിരിക്കുന്നതിന് വേണ്ടി സ്ലാബും മറ്റുമൊക്കെ ഇട്ട് ഈ ഓട മൂടി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ നാട്ടുകാരോ ജനപ്രതിനിധികളോ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ടേ? കണ്ടുപിടിക്കാതെ ഓടയിൽ കൂടെ എവിടെ നിന്ന് മാലിന്യം വരുന്നു? ആകാശത്തു നിന്ന് മാലിന്യം വരുന്നതാണോ? അല്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായി കോഴഞ്ചേരി പൗരാലി പ്രതികരിക്കുകയാണ്. ഈ ദുർഗന്ധവാഹിനിയായ ഈ ഓട എത്രയും വേണം ശുദ്ധീകരിക്കണമെന്നാണ് കോഴഞ്ചേരി പൗരാവലിക്ക് പറയാനുള്ളത്. അത് ശുദ്ധീകരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഓടയിൽ എവിടെ നിന്ന് മാലിന്യം വരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വവും പഞ്ചായത്തിനുണ്ട്. അത് ഉടനടി നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴഞ്ചേരി പൗരാവലിക്ക് വേണ്ടി സി കേശവൻ സ്ക്വയറിന് സമീപമുള്ള ആൽമരച്ചോട്ടിൽ നിന്ന് ജോജി കാവുംപിടിക്കൽ.